നമസ്കാരം. നരിവെങ്കായം അഥവാ കാട്ടുള്ളി എന്നറിയപ്പെടുന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. രൂപത്തിലും വലിപ്പത്തിലും സവാളയോട് സാമ്യത പുലർത്തുന്ന അന്തർഭൗമകാണ്ഡത്തോടുകൂടിയ ഒരു ചെടിയാണ് കാട്ടുള്ളി. അപ്സരാഗേസി കുടുംബത്തിലെ ഡ്രിമിയ ജനുസിലെ ഇൻഡിക്ക ഇനമാണ് നരിവെങ്കായം. ഈ സസ്യത്തെ ലില്ലിയേസി കുടുംബത്തിലെ അർജേനിയ ജനുസിൽ ഇൻഡിക്ക ഇനമായും കണക്കാക്കുന്നുണ്ട്. പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിന്റെ ശാസ്ത്രീയ നാമം അർജേനിയ ഇൻഡിക്ക എന്നും ഡ്രിമിയ ഇൻഡിക്ക എന്നുമാണ്. മലയാളത്തില് നരിവെങ്കായം, കാട്ടുള്ളി, കാന്തങ്ങ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. കാടുകളിൽ സാധാരണയായി കാണപ്പെടുന്ന ഉള്ളി ആയതിനാലാണ് കാട്ടുള്ളി എന്നറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ ഇതിനെ ഇന്ത്യൻ സ്ക്വിൽ എന്നാണ് അറിയപ്പെടുന്നത്. സംസ്കൃതത്തില് ഇതിനെ വനപാലണ്ടു, അതുപോലെ തന്നെ കോലകന്ത, ക്രിമിഘ്ന, പഞ്ചല, പുടഗന്ധ, സുബുഡ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഹിന്ദിയിൽ ഇതിനെ ജംഗ്ലി പിയാസ് എന്നാണ് അറിയപ്പെടുന്നത്. തെലുങ്ക് ഭാഷയിൽ ഇതിനെ നക്ക ഉള്ളിഗാഡ എന്ന് പറയുന്നുണ്ട്. തമിഴ് ഭാഷയിൽ ഇതിനെ നരിവെങ്കായ എന്നാണ് അറിയപ്പെടുന്നത്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഇന്ത്യയിലുടനീളമുള്ള കടലോര പ്രദേശങ്ങളിൽ നരിവെങ്കായത്തെ കാണാൻ പറ്റും. കേരളത്തിലെ കാടുകളിലും കടലോരങ്ങളിലും ഇത് കാണപ്പെടുന്നുണ്ട്. പരിസ്ഥിതി മൂല്യത്തെ നോക്കാം. നമ്മൾ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏതോ ജീവി കാട്ടുള്ളി മാന്തി ഇളക്കിയിട്ടിരിക്കുന്നതും അതിൻ്റെ പുറം ഭാഗത്തെ ഒന്ന് രണ്ട് അടക്ക് തൊലി അവ കഴിച്ചിരിക്കുന്നതും പതിവ് കാഴ്ചയാണ്. വയറ്റിലെ അസുഖങ്ങൾക്ക് നായയും പൂച്ചയും കറുകപ്പുല്ല് തിന്നുന്നത് പോലെ ഏതെങ്കിലും വന്യജീവി കാട്ടുള്ളി ഔഷധമായി കഴിക്കുന്നുണ്ടാകാം. രൂപവരണം നോക്കാം. 75 സെന്റിമീറ്ററോളം ഉയരത്തിൽ വളരുന്ന ബഹുവർഷി സസ്യമാണ് നരിവെങ്കായം. കാട്ടുള്ളിയുടെ ഇലയും തണ്ടും വേനലാകുമ്പോൾ നശിച്ചു പോകും. മഴക്കാലമാകുമ്പോൾ വീണ്ടും വളർന്നു വരും. ഉള്ളി കേടുപാടുകൾ കൂടാതെ അനേകം വർഷം കിടക്കും. അണ്ഡാകൃതിയിലുള്ള പ്രഗന്ധത്തിന് 5 മുതൽ 10 സെന്റിമീറ്റർ വരെ വ്യാസമുണ്ടായിരിക്കും. രൂക്ഷഗന്ധമുള്ള പ്രഗന്ധത്തിന് വെള്ളയോ വിളറിയ മഞ്ഞ നിറമോ ആണ്. ഇലകൾക്ക് 10 മുതൽ 30 സെന്റിമീറ്റർ വരെ നീളവും 1.5 മുതൽ 3 സെന്റിമീറ്റർ വരെ വീതിയും ഉണ്ടാകും. ഇലകൾ ദീർഘാകാരമാണ്, അഗ്രം കൂർത്തതാണ്. പുഷ്പമഞ്ജരിക്ക് 15 മുതൽ 32 സെന്റിമീറ്റർ വരെ നീളമുണ്ടായിരിക്കും. പുഷ്പവൃന്ദം 2 മുതൽ 4 സെന്റിമീറ്റർ വരെ നീളമുള്ളതാണ്. ഇളം തവിട്ട് നിറത്തിലുള്ള പുഷ്പങ്ങൾ കീഴോട്ട് തൂങ്ങിക്കിടക്കാറാണ് പതിവ്. 6 കേസരങ്ങളുണ്ട്. അണ്ഡാശയത്തിന് 3 അറകളാണുള്ളത്. രണ്ടറ്റവും നേർത്തുകൂർത്തിരിക്കുന്ന കായ 1.5 മുതൽ 2 സെന്റിമീറ്റർ വരെ നീളമുള്ളതാണ്. വിത്തുകൾക്ക് 6 മില്ലിമീറ്റർ നീളവും 3 മില്ലിമീറ്റർ വീതിയും ഉണ്ടായിരിക്കും. വിത്തുകൾ പരന്നതും കറുപ്പ് നിറത്തിലുള്ളതുമാണ്. പൊതുപയോഗങ്ങളെ നോക്കാം. ആകർഷകമായ പുഷ്പങ്ങളായതിനാൽ ഇവയെ പൂന്തോട്ടങ്ങളിൽ പലരും നട്ടുവളർത്താറുണ്ട്. രാസഘടകങ്ങളെ നോക്കാം. നരിവെങ്കായത്തിന്റെ പ്രഗന്ധത്തിൽ സില്ലിപ്പിക്രിൻ, സില്ലിടോക്സിൻ എന്നീ തിക്തപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ സില്ലാറൻ എ, സില്ലാറൻ ബി എന്നീ സ്ഫടിക രൂപത്തിലുള്ള ഗ്ലൂക്കോസൈഡും അടങ്ങിയിട്ടുണ്ട്. ഔഷധമൂല്യത്തെ നോക്കാം. ഔഷധയോഗ്യമായ ഭാഗം പ്രധാനമായും ബൾബ് അഥവാ പ്രഗന്ധമാണ്. 1 വർഷത്തിലധികം പഴക്കമുള്ള പ്രഗന്ധം ഔഷധമായി സാധാരണ ഉപയോഗിക്കാറില്ല. ഇളയ കാട്ടുള്ളി വെളുത്ത നിറമുള്ളതാണ്. 1 വർഷം കഴിയുമ്പോൾ അതിന് മഞ്ഞ നിറം ഉണ്ടാകുന്നു. മഞ്ഞ നിറമായാൽ പൊതുവെ അത് ഉപയോഗിക്കാറില്ല. പ്രഗന്ധത്തിന് അണുനാശക ശക്തിയുണ്ട്. അത് വയറ്റിൽ ഉണ്ടാകുന്ന കൃമികളെ നശിപ്പിക്കുന്നതാണ്. ഇതിന് ഹൃദയത്തെ ഉത്തേജിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. കാട്ടുള്ളി നല്ലൊരു പെയിൻ കില്ലർ കൂടിയാണ്. ചർമ്മരോഗങ്ങൾ, ഉദരകൃമി, മൂത്രാശയ രോഗങ്ങൾ, ജലദോഷം, ശ്വാസകോശ രോഗങ്ങൾ, വേദന, വളങ്കടി, കാൽപാദം വിണ്ടുകീറൽ, നീര്, അരിമ്പാറ, ചുമ, മൂലക്കുരു, കൃമി, ആണിരോഗം, കല്ലുകൾ, മലബന്ധം, ബ്രോങ്കൈറ്റിസ് മുതലായവ ശമിപ്പിക്കുന്നതാണ്. കാട്ടുള്ളി വേരിക്കോസിനുള്ള തൈലയോഗത്തിലെ ഒരു ചേരുവയായിട്ട് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഇലയും തണ്ടുമാണ് തൈലത്തിൽ ഉപയോഗിക്കാറുള്ളത്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. 1, ഇതിൻ്റെ പ്രഗന്ധം ചതച്ച് അല്പം ചൂടാക്കി ശരീരവേദനയുള്ള ഭാഗങ്ങളിൽ പുരട്ടിയാൽ വേദനയും നീരും മാറുന്നതാണ്. 2, കാൽപാദം വിണ്ടുകീറുന്നതും മഴക്കാലത്ത് വിരലുകൾക്കിടയിൽ ഉണ്ടാകുന്ന വളങ്കടിയും ശമിക്കുന്നതിന് കാട്ടുള്ളി ചതച്ച് ചൂടാക്കി വെച്ച് കെട്ടുന്നത് നല്ലതാണ്. 3, ശ്വാസകോശ രോഗങ്ങൾ, കാൽപാദങ്ങളിൽ നീര് മുതലായവയ്ക്ക് ഇതിൻ്റെ നീര് 30 തുള്ളി വീതം ദിവസവും സേവിക്കുന്നത് രോഗശമനം ഉണ്ടാക്കും.
പഴകിയ ശ്വാസ രോഗങ്ങൾക്കും ഇത് നല്ല ഔഷധമാണ്. 4. ശരീരത്തിലുണ്ടാകുന്ന അരിമ്പാറ നശിപ്പിക്കാൻ കാട്ടുള്ളിയുടെ നീര് പതിവായി ലേപനം ചെയ്താൽ മതി. 5. ഉപ്പൂറ്റി വേദനയ്ക്ക് കാട്ടുള്ളി ചുട്ട് സഹിക്കാവുന്ന ചൂടിൽ പല പ്രാവശ്യം അതിൽ ചവിട്ടിയാൽ ഉപ്പൂറ്റി കൊണ്ട് ചവിട്ടണം, അപ്പോൾ വേദന ശമിക്കുന്നതാണ്. 6. കാട്ടുള്ളി പറിച്ച് 2ആയി മുറിച്ച് അതിൻ്റെ മുറിഭാഗം ചേർത്ത് വെച്ച് കമ്പി കൊണ്ട് കെട്ടി കനലിൽ ഇട്ട് ചുട്ട് അതിൻ്റെ പുറം കരിഞ്ഞു തുടങ്ങുമ്പോൾ എടുത്ത് കമ്പി അഴിച്ചു മാറ്റി ചൂടോടുകൂടി ആ മുറിച്ച ഭാഗത്ത് പല പ്രാവശ്യം ചവിട്ടുക. പാദമുള അഥവാ ആണി രോഗം ശമിക്കുന്നതാണ്. 7. കാട്ടുള്ളി മുറിച്ച് മുറിഭാഗം കൊണ്ട് ഉരസിയാൽ വട്ടച്ചൊറിയും വട്ടത്തിൽ മുടി പൊഴിക്കുന്ന അസുഖവും ശമിക്കുന്നതാണ്. 8. തേങ്ങാപ്പാലിൽ കാട്ടുള്ളി ഇട്ട് മൂപ്പിച്ച് തണുത്തു കഴിഞ്ഞാൽ അത് പിഴിഞ്ഞെടുക്കുന്ന എണ്ണ 1 ടീസ്പൂൺ വീതം ദിവസം 2 നേരം മുടങ്ങാതെ കഴിച്ചാൽ മൂലക്കുരു ശമിക്കുന്നതാണ്. ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ പറയുന്ന അവസ്ഥയിൽ പോലും ഈ പ്രയോഗം കൊണ്ട് പ്രയോജനം കിട്ടാറുണ്ട്. 9. കാട്ടുള്ളി വെളിച്ചെണ്ണയിൽ അരച്ച് പുരട്ടിക്കഴിഞ്ഞാൽ അരിമ്പാറ, പാലുണ്ണി എന്നിവ മാറുന്നതാണ്. 10. കാട്ടുള്ളി ചുട്ട് ചതച്ച് അരച്ച് കാൽപാദങ്ങളിൽ പുരട്ടിയാൽ കാൽപാദങ്ങളിലെ പുകച്ചിൽ ശമിക്കുന്നതാണ്. 11. ഹൃദയപേശികളുടെ സങ്കോച വികാസക്ഷമത കുറയുകയും തന്മൂലം രക്തം പമ്പ് ചെയ്യാനുള്ള ശേഷി ഹൃദയത്തിന് കുറയുകയും ചെയ്യുമ്പോൾ ശ്വാസകാസ രോഗങ്ങളും ശോഭം, കാൽപാദങ്ങളിൽ നീര് തുടങ്ങിയവ ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഹൃദയത്തെ ഉത്തേജിപ്പിച്ചാൽ ശമനം ഉണ്ടാകും. അതിന് ചെയ്യാവുന്ന കാര്യം കാട്ടുള്ളിയുടെ നീര് 30 മില്ലി വീതം സേവിക്കുന്നതാണ്. 12. കാട്ടുള്ളിയും ഇന്ദുപ്പും ചേർത്ത് ചൂടാക്കി കിഴി കുത്തുന്നത് ഉപ്പൂറ്റി വേദനയ്ക്ക് വളരെ ഗുണകരമാണ്. 13. കാട്ടുള്ളി പൊടിച്ച് മോരിൽ ചേർത്ത് കഴിക്കുന്നത് അർശ്വരോഗങ്ങൾക്ക് നല്ലതാണ്. 14. തട്ടുമുട്ടുകളേറ്റ ചതവ് മൂലമോ ഉളുക്കു മൂലമോ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന വേദനയ്ക്കും നീരിനും മുറിവില്ലെങ്കിൽ ഒരു കാട്ടുള്ളിയും അതിൻ്റെ ഭാഗം വലിപ്പമുള്ള ഒരു വെള്ളാരം കല്ലും അടുപ്പിലിട്ട് ചുട്ടെടുക്കുക. ഉള്ളി ചതച്ച് അതിനുള്ളിൽ വെള്ളാരം കല്ല് വെച്ച് തുണിയിൽ കിഴികെട്ടി പൊള്ളലേൽക്കാതെ വേദനയുള്ള ഭാഗത്ത് കിഴി കുത്തുക. നല്ല ആശ്വാസം കിട്ടും. 15. 5 ലിറ്റർ വെള്ളത്തിൽ നരിവെങ്കായം കഷായം വെച്ച് പകുതി വറ്റിച്ച് അതിൽ ഇരുന്നാൽ അർശസും ഉദഭ്രംശവും ശമിക്കുന്നതാണ്. ഇതിൻ്റെ ശുദ്ധി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിന് വിഷവീര്യമുള്ള ഔഷധമാണ്. അതുകൊണ്ട് വിദഗ്ധ ചികിത്സകരുടെ മേൽനോട്ടത്തിൽ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഉള്ളിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. നിശ്ചിത മാത്രയിൽ കൂടുതൽ ഉപയോഗിച്ചാൽ വിഷസ്വഭാവം ഉണ്ടാക്കും. വിഷാംശമുള്ളത് കൊണ്ട് ഉള്ളിൽ കഴിക്കുമ്പോൾ നല്ലെണ്ണയിൽ പുഴുങ്ങി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ഈ ഔഷധം വിഷമുള്ളതാണ്. ഒപ്പം തന്നെ ഇത് ശ്രവിച്ച നിങ്ങൾക്ക് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. നല്ല നമസ്കാരം.